ചില ബന്ധങ്ങളിൽ നിന്നും വിട്ടുപോകാൻ പറ്റാതെ നിങ്ങൾ അതിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കാറുണ്ടോ? നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണോ നിങ്ങൾ നിൽക്കുന്നത്? എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിൽ ഒന്നും കൂടി ചിന്തിക്കാനായിട്ട് നമ്മളൊക്കെ ഒരു വ്യക്തിയുമായിട്ട് എങ്ങനെ കോണ്ടാക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ട്രോമ ബോണ്ടിങ്. വാട്ട് ഇറ്റ് ഈസ്, ഹൗ ടു ഹീൽ ഇറ്റ് ഫ്രം. നമ്മളെ കെയർ ചെയ്യുന്ന, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കും. അങ്ങനെ ഒന്നുമില്ലാത്ത ആൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒന്നുമില്ല, നമ്മളെ കെയർ ചെയ്യില്ല, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല, നമ്മളെ കംഫർട്ടബിൾ ആക്കില്ല, അങ്ങനെ ഒന്നുമില്ലാത്ത ആളുമായിട്ട് അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റക്കായി പോകാറുണ്ടോ? ഈ ഒരു എക്സ്പീരിയൻസിനെയാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രോമ ബോണ്ടിങ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. കപ്പിൾസിനിടയിലും ഈ ഒരു ട്രോമ ബോണ്ടിങ് കണ്ടുവരുന്നുണ്ട്. എങ്കിലും കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ ട്രോമ ബോണ്ടിങ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ്. ട്രോമ ബോണ്ട് ഈസ് ഫാമിലി മെമ്പേഴ്സ്, വർക്ക് പ്ലേസ്, റിലേഷൻഷിപ്പ്. ഒരാൾ മറ്റൊരാളിൽ ചൂഷണം ചെയ്യുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ട്രോമ ബോണ്ടിങ് ഉണ്ടാവാറുണ്ട്. നിങ്ങളൊരു ട്രോമ ബോണ്ടിലാണെങ്കിൽ ആ ഒരു ട്രോമ ബോണ്ട് ബ്രേക്ക് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാട് വഴികളുണ്ട്. എന്താണ് ട്രോമ ബോണ്ട്? ഈ ഒരു ട്രോമ ബോണ്ട് ടോക്സിക് ബിഹേവിയേഴ്സ് കാണിക്കുന്ന ഓവറായി അറ്റാച്ച്ഡ് ആവുമ്പോഴാണ്. ഇമോഷണലി, ഫിസിക്കലി, അതുപോലെ തന്നെ റിപ്പീറ്റഡി, ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് ട്രോമ ബോണ്ട് ഉണ്ടാവുന്നത്. നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലും ഏറ്റവും കൂടുതൽ ട്രോമ ബോണ്ടിങ് കാണപ്പെടാറുണ്ട്. ഒരു ടോക്സിക് ആയ ആളുടെ കൂടെയാണ് താനെന്ന് അറിഞ്ഞിട്ടും അവരെപ്പോഴും ഫുൾ അവെയർ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എങ്കിലും വിട്ടുപോകാൻ കഴിയാതെയോ പിന്മാറാനോ ഒന്നും കഴിയാതെ നിൽക്കുന്നവരായിരിക്കും. ഇപ്പോൾ ആ ഒരു ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് അതിൽ നിന്നും വിട്ടുപോരാനോ ഒന്ന് പിന്മാറാനോ ഒന്നും കഴിയാതെ നിൽക്കുന്ന ഒരാളായിരിക്കും. ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ സ്റ്റക്കായി പോവുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ട്രോമ ബോണ്ടിങ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രോമ ബോണ്ടിങ് തിരിച്ചറിയാൻ ചിലപ്പോൾ മാസങ്ങളോളം എടുത്തേക്കാം, അല്ലെങ്കിൽ വർഷങ്ങളോളം എടുത്തേക്കാം. ചിലപ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഞാനൊരു ട്രോമ ബോണ്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. ചില ആളുകൾക്ക് വർഷങ്ങളോളം എടുത്തിട്ടായിരിക്കും ഞാനൊരു ട്രോമ ബോണ്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് എന്ന് തിരിച്ചറിയാൻ ആയിട്ട് പറ്റുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ സയൻസ്? എന്തുകൊണ്ടാണ് ഇത്തരം റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്? ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യമാണ്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. രണ്ടാമത്തെ കാര്യമാണ്, അവർക്ക് സോഷ്യൽ സപ്പോർട്ട് കുറവായിരിക്കും. മൂന്നാമത്തെ കാര്യമാണ് പുവർ മെന്റൽ ഹെൽത്ത്. നാലാമത്തെ കാര്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരായിരിക്കും. അഞ്ചാമത്തെ കാര്യമാണ് ഇവർ ഈ ഒരു ട്രോമ ബോണ്ട് കുറെ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ട്രോമ ബോണ്ട് കൂടുതലായി കണ്ടുവരുന്നത്. ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് ഈ ഒരു ട്രോമ ബോണ്ട് സയൻസ് ആണെന്ന് തിരിച്ചറിയേണ്ടത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകളുണ്ട്, ട്രോമ ബോണ്ടിങ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു ട്രോമ ബോണ്ട് സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകൾ അവർ തന്നെ സ്വയം ചിന്തിച്ചു കൂട്ടാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് എന്നൊരുപാട് പേരിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഇങ്ങനെ ട്രോമ ബോണ്ട് ഉള്ളത് തെറ്റാണോ ശരിയാണോ, അതുപോലെ തന്നെ എന്നിങ്ങനെ ഒരുപാട് ചിന്തിക്കുന്നവരുണ്ടാവും. അതുപോലെ ട്രോമ ബോണ്ട് തെറ്റാണോ ശരിയാണോ എന്നിങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രോമ ബോണ്ട് പോസിറ്റീവ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ട്രോമ ബോണ്ട് ഉള്ളവര് അവരുടെ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടുമാറാനോ ഒന്നിനും പറ്റാതെ ആ റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നവരായിരിക്കും. അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ എന്തുകൊണ്ടാണ് എനിക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോരാൻ പറ്റാതെ ഒന്നും അവർ ചിന്തിക്കില്ല. അവർക്ക് ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാവില്ല, ചിലപ്പോൾ അവരെ കെയർ ചെയ്യുന്ന ഒരാളാവില്ല, ചിലപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാവില്ല. എന്നാൽ പോലും അവരവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആളുകളുമായിട്ട് അവർ അറ്റാച്ച്ഡ് ആയി പോവുകയാണ്. അവർക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ട്രോമ ബോണ്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ട്രോമ ബോണ്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ എപ്പോഴും വേറെ ഒരാൾക്ക്
ഒരു വാല്യൂ കൊടുക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വാല്യൂ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരാളിൽ എപ്പോഴും അറ്റാച്ച്ഡ് ആവാതെ നിങ്ങൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവുക. ഒരിക്കലും നിങ്ങൾ ഒരാളിൽ ഡിപ്പെൻഡ് ആവരുതേ. നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിരുന്നാൽ നിങ്ങൾക്ക് പിന്നെ ഒരാളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എപ്പോഴും ഒരാൾ വേണം എന്നുള്ളൊരു തോന്നലായിരിക്കും. അപ്പം നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.